കാര്യമുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ യേശുക്രിസ്തുവിൻ്റെ സമയം വരെ യഹൂദന്മാരുടെ മധ്യത്തിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. അവർ വിശ്വസിച്ചിരുന്നത് അബ്രഹാമിൻ്റെ സന്തതിക്കും പുണ്യനാടിനും വേണ്ടി മാത്രമാണ് ദൈവം അവരുടെ ദൈവമായിരുന്നു എന്ന് ചിന്തിച്ചിരുന്നു. എന്നാൽ അത് മാറ്റി എഴുതുവാൻ്റെ കൊല്ലം പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നമ്മുടെ കർത്താവ് സകല ലോകത്തിൻ്റെയും സകല ജാതിയുടെയും സകല വംശത്തിൻ്റെയും ദൈവമാണെന്നും അവനാണ് സർവത്തിൻ്റെയും ഉടയവനെന്നും കാണിക്കുവാൻ ആണ് ആ ഭാഗത്തോട് തിരുത്തി എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ ആ പുതിയ നിയമത്തിൻ്റെ ഹല്ലേലൂയ പഠിപ്പീര് പ്രകാരം നമ്മൾ നോക്കുമ്പോൾ സ്തോത്രം നമ്മൾ അവിടെ വായിക്കാറുണ്ട്. യവനെന്ന് നിന്നില്ല, യഹൂദനെന്നില്ല. ഹല്ലേലൂയ. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഒരുവന്റെ അനുസരണക്കേട് കൊണ്ട് ഭൂമിയിൽ പാപമുണ്ടായി, പാപത്തിന്റെ ഫലമായി മരണമുണ്ടായി. ഹല്ലേലൂയ. സകലരും ഹല്ലേലൂയ മരണത്തിന് അധീനരായി എഴുതിയിട്ടുണ്ട്. സ്തോത്രം. അതുപോലെ തന്നെ റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വേറൊരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാട്ടൊലിവായിരുന്ന നമ്മളെ ഹല്ലേലൂയ ആ നല്ലൊലിവിനോട് ചേർത്ത് ഒന്നിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ഹല്ലേലൂയ. അത് ഈ വാക്യങ്ങളിൽ കൂടെയൊക്കെയും പ്രസ്താവിക്കുന്നത് യഹൂദന്റെ മാത്രം ദൈവമല്ല, ഹല്ലേലൂയ സകല വംശത്തിലും സകല ഗോത്രത്തിലും ഹല്ലേലൂയ സകല ജാതിയിലും പെട്ട മനുഷ്യന്റെ രക്ഷയ്ക്കായിട്ട് യേശു ക്രിസ്തു ഭൂമിയിൽ കടന്നു വരുവാനിടയായി തീർന്നു. അതാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ John 3:16 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. For so loved the world that he gave his only begotten Son, so that whosoever believeth in him should not perish. ഹല്ലേലൂയ. അവൻ ഏതായിരുന്നാലും അവനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതിരിക്കുവാൻ. ഹല്ലേലൂയ. ജാതി വ്യത്യാസമില്ലാതെ യഹൂദനെന്നോ യവനെന്നോ ഇല്ലാതെ ഹല്ലേലൂയ നശിച്ചു പോകാതെ നിത്യജീവൻ ക്രിസ്തുവിൽ കൂടെ നമുക്ക് ആദായപ്പെടുത്തി തന്നു. ദൈവത്തിന് സ്തോത്രം. 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അവൻ ഭൂമിയെ നിർമ്മിച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 9 മുതൽ 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവനെങ്ങനെ ഭൂമിയെ നിർമ്മിച്ച് ഉറപ്പിച്ചു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അത് വായിച്ചപ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ ഞാൻ കഴിഞ്ഞ രാത്രി കാലം ധ്യാനിച്ചപ്പോൾ എൻ്റെ ചിന്തയിലേക്ക് ഹല്ലേലൂയ ഹല്ലേലൂയ ക്രിസ്ത്യാനികളുടെ പീഡനത്തിൻ്റെ സമയത്ത് ഹല്ലേലൂയ ഭക്തനായ അഗസ്റ്റിനിങ്ങിൻ്റെ ഒരു വാക്യം എഴുതി. ആദ്യം അത് സൃഷ്ടിച്ച ഭൂമിയെ വെള്ളത്തിന്മേൽ ഉറപ്പിച്ചെങ്കിൽ ഹല്ലേലൂയ ദൈവസഭയാകുന്ന ഹല്ലേലൂയ ഇന്നുള്ള ഈ ഭൂമിയെ ദൈവം പ്രതികൂലങ്ങളുടെ മുമ്പിൽ പ്രതികൂലങ്ങളുടെ ഹല്ലേലൂയ ടോപ്പിൽ ഹല്ലേലൂയ ഉറപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്താണ് കാര്യം? ഇന്ന് സഭ പ്രതികൂലങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ, പ്രതികൂലങ്ങൾ വർദ്ധിക്കുമ്പോൾ ഹല്ലേലൂയ സഭയും സഭയുടെ വ്യക്തിത്വങ്ങളും അതിന്മേൽ ഉയർന്നിട്ട് ഹല്ലേലൂയ പ്രതികൂലങ്ങളുടെ ഉപരിയായി ജീവിക്കുവാൻ ദൈവം അവർക്ക് കൃപ കൊടുത്തിരിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. 1-2 വാക്യങ്ങൾ ദൈവത്തിന്റെ മഹത്വത്തെ കാണിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും. ഹല്ലേലൂയ. ആർ കയറും അവന്റെ കൂടാരത്തിൽ ആർ വസിക്കും. ഇതുപോലെ തന്നെ ഇതിനോട് വളരെ ബന്ധമുള്ള ഒരു വാക്യം, ഒരു അധ്യായമാണ്, ഒരു സങ്കീർത്തനമാണ് 15-ാം സങ്കീർത്തനം. 15-ാം സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. വായിച്ചാട്ടെ. അതിന്റെ ആദ്യത്തെ വാക്യം വായിച്ച് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. സമയം കടന്നു പോയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോകട്ടെ. 15-ാം സങ്കീർത്തനത്തെ പറ്റി
വേദപണ്ഡിതന്മാർ പറയുന്നത്. ഹല്ലേലൂയ. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആരോഹണ സങ്കീർത്തനമായിട്ട് എഴുതുമ്പോൾ 24-ാമത്തെ സങ്കീർത്തനം സകല ജാതിയുടെയും സകല രാജ്യത്തിൻ്റെയും സകല ഭൂമിയുടെയും ഏകാധിപതിയായിട്ട് ചക്രവർത്തിയായിട്ട് രാജാതിരാജാവായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന കർത്താവിനെ സ്വീകരിക്കുവാൻ നമ്മളെ ഒരുക്കുവാനുള്ള ആഹ്വാനത്തോടെയാണ് 24-ാം സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. അതാണ് ഹല്ലേലൂയ 7 മുതൽ 10 വരെയുള്ള സങ്കീർത്തനങ്ങൾ നിങ്ങൾ എഴുതിയിരിക്കുന്നത്.